രാത്രി ഞാൻ അയാളുടെ അടുത്തേക്ക് ചെല്ലണോ? ചെവളിയുടെ ശല്യം മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ചന്ദ്രിക. നിന്റെ കാര്യം മാത്രം കഴിഞ്ഞു കിട്ടിയാൽ മതിയല്ലോ. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തന്നോടൊപ്പം വരണമെന്ന് അമ്മാളുവിനോട് ആവശ്യപ്പെടുന്ന നിരഞ്ജന. അവളില്ലാതെ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്ന ഒന്നിനു പകരം പെണ്ണ് രണ്ടെണ്ണം എന്റെ കൂടെ കാണും. ചെവള അർച്ചനയ്ക്കൊപ്പമാണെന്ന് രാജപ്പൻ അറിയുന്നു. എന്റെ മക്കളെ കുറിച്ച് മിണ്ടിയ രാത്രി മഴ തുടരുന്നു. ഞാൻ ഇവിടെ ഉള്ളപ്പോ നീ പേടിക്കേ വേണ്ട. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറഞ്ഞാ വന്നവര് വന്ന വഴിക്കങ്ങ് പൊക്കോളും. അവര് വന്ന താലിമാല കാണിക്കേണ്ടി വരും. നാളെ ഞാൻ ടൗണിൽ പോകുമ്പോൾ ഒരു താലിമാല വാങ്ങിച്ചോണ്ട് വരാം. എന്നിട്ട് അത് നിന്റെ കഴുത്തിലോട്ട് കെട്ടിത്തരാം. ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അങ്ങനൊന്ന് വേണം. ഇനി നിന്നെ പിഴച്ചവളായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീയേ കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. രായപ്പൻ ചിലപ്പോ എന്റെ പിന്നാലെ വന്നിട്ടുണ്ടാവും. ഒരു കരുതൽ നല്ലതാടി. ആ ഇതാ പിടിക്കേ, കൊണ്ടുപോയി നോക്കടി. എനിക്ക് വേണ്ട നിങ്ങളുടെ പുടവ. പിടിക്കടി, ഇങ്ങോട്ട് വാ. പിടിക്കേ, പിടിക്കാൻ. നീ വലിച്ചെറിഞ്ഞ എന്താണെന്ന് നിനക്ക് അറിയാവടി? ഇതിനു വേണ്ടി നീ എന്റെ മുന്നിൽ വന്ന് കെഞ്ചുന്ന കാണണോ? താൻ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നമുക്കൊരു പരിഹാരം കണ്ടെത്തണം. തന്റെ മനസ്സൊന്ന് ശാന്തമാവാൻ കാത്തിരുന്നതാ ഞാൻ. എന്റെ ജീവിതത്തിന് തന്നെ ഇനി ഒരു പരിഹാരവും ഇല്ല. നമുക്കൊന്ന് മൂന്നാറിലേക്ക് പോവാം. എന്നിട്ട് ഞാൻ പോകുന്നത് വരെ നമുക്ക് അവിടെ കഴിയാം. 1-2 ആഴ്ച കഴിഞ്ഞ് സുധിക്ക് അങ്ങ് പോവാം. അപ്പൊ എന്റെ കാര്യോ? 3 മാസം നിരഞ്ജന അവിടെ നിൽക്കണം. അതിനിടെ താൻ സിംഗപ്പൂരിലേക്ക് പോയെന്ന് മറ്റുള്ളവർ കരുതിക്കോളും. കുഞ്ഞവിടെ വെച്ച് പ്രസവത്തിൽ മരിച്ചുപോയെന്ന് പറഞ്ഞ് തനിക്ക് തിരിച്ചു വരാം. എന്റെ പ്രശ്നം സുധി എത്ര വേഗം പരിഹരിച്ചു. 3-4 മാസം മൂന്നാറിലെ അജ്ഞാതവാസം. ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ സുധിയോട് ചെയ്തത്? നിരഞ്ജന, മറ്റാരേക്കാളും തന്റെ വേദന എനിക്കറിയാം. എന്റെ എന്ത് വേദനയാ സുധി അറിഞ്ഞത്? ഞാനൊരു സ്ത്രീയാണെന്ന് സുധി അറിഞ്ഞോ? ഞാനൊരു ഭാര്യയാണെന്ന് സുധി മനസ്സിലാക്കാൻ ശ്രമിച്ചോ? സുധിക്ക് ആരായിരുന്നു ഞാൻ? എന്നിട്ട് എന്റെ വേദനകൾ അറിഞ്ഞെന്ന് അതിനൊരു ആശ്വാസവും കണ്ടെത്തി. നിരഞ്ജന ആത്മാവില്ലാത്തവളല്ലേ? പ്ലീസ്, നിരഞ്ജനോട് നീതി പുലർത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ആ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് പറിച്ചെറിയാൻ പറ്റാത്ത ഓർമ്മകൾ എന്റെ ശാപമാണ്. മരണം വരെ അതെന്നിലുണ്ടാവും. സത്യത്തിൽ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ശരീരം മാത്രമാണ് സുധി. പക്ഷേ തന്റെ മനസ്സ് ഞാൻ കാണാതെ പോയിന്ന് മാത്രം താൻ പറയരുത്. ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നതിലൂടെ ഒരു പകവിട്ടൽ മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. തന്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു ആ കുഞ്ഞ്. താൻ ആ കുഞ്ഞിന്റെ അമ്മയാവുമ്പോ ഞാൻ അതിന്റെ അച്ഛനാകുമായിരുന്നു. അങ്ങനെ ലോകത്തെ വിശ്വസിപ്പിക്കാൻ വരെ തയ്യാറായില്ലേ ഞാൻ. പകവീട്ടൽ മാത്രമായിരുന്നു എന്റെ ലക്ഷ്യമെങ്കിൽ താൻ പ്രഗ്നന്റ് ആണെന്ന് മറ്റുള്ളവർ വിശ്വസിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാവരുടെയും മുമ്പിൽ എന്റെ കഴിവുകേട് വിളിച്ചു പറഞ്ഞ് ഒരു കുഞ്ഞിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാ പോരെ? നിരഞ്ജന എന്താ അത് മനസ്സിലാക്കാത്തത്? ഞാൻ ആഗ്രഹിച്ചത് നമുക്ക് പിറന്ന കുഞ്ഞായി ലോകം അതിനെ കാണണമെന്നാ. സത്യമറിയുന്നത് അച്ഛനും അമ്മയും മാത്രമായിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. നമുക്കതിൽ പിഴച്ചുപോയി. ഇനി പിടിച്ചു നിന്നേ പറ്റൂ. സുധി പോയിക്കോളൂ. എന്റെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ എനിക്കറിയാം. അപ്പൊ താൻ മൂന്നാറിലേക്ക് പോകുന്നില്ലേ? ഈ വേഷം മനസ്സിൽ നിന്ന് അഴിച്ചു വെച്ചല്ലേ പറ്റൂ. അതിനു മുമ്പ് എനിക്ക് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
സുധിയോട് ഞാൻ നീതി പുലർത്തും. സുധിയെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സുധി അപ്പം അറിയും. എനിക്കൊരു ഭാര്യയുടെ പരിവേഷം തന്ന ആളല്ലേ സുധി. അത്രയെങ്കിലും എനിക്ക് സുധിയോട് ചെയ്യണം. നീ താഴെ ഇറങ്ങും മോളെ. വാപ്പച്ചി വന്നതല്ലേ ഉള്ളൂ. വാപ്പച്ചിന്ന് പോവോ? ഇന്ന് മുഴുവനും ബാപ്പച്ചി ഇവിടെ തന്നെ കാണും. ഇത് മോക്ക, മോള് പോയിരുന്ന് കളിച്ചോ. നീ നിരഞ്ജനെ കണ്ട വിശേഷം പറ. ഒരു തവണ കണ്ടു. വളരെ നിർബന്ധിച്ചാ പുറത്തു വന്നത്. സംശയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? മനസ്സ് മരവിച്ച അവസ്ഥയിലാ അവളിപ്പോ. ഇനി ഫൈസി അവളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. അമ്മാളുവിനെ കാണാൻ അവള് ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു. തങ്കമ്മ വിവരങ്ങൾ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു. അമ്മാളുവിനെ കണ്ട് ആശ്വസിപ്പിക്കാനാ ചെന്നത്. നാട്ടിലേക്ക് പൊക്കോളാൻ നിരഞ്ജൻ അവളെ ഉപദേശിച്ചത്രേ. ഒരിക്കലും തൊഴിൽ തേടി ഈ നാട്ടിലേക്ക് വരരുതെന്ന് ഓർമ്മിപ്പിച്ചിട്ടാ പോയത്. അവളുടെ ഭാഗത്തുനിന്ന് ഇനിയൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ ഫൈസിയോട് പറഞ്ഞതല്ലേ. അവള് ഹോസ്പിറ്റലിൽ വന്ന് പോയിട്ടാ എന്റെ മനസ്സൊന്ന് ശാന്തമായത്. വർമ്മ സാർ ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവല്ലേ? അത് പിന്നെ പ്രത്യേകിച്ച് പറയണം. സത്യത്തിൽ ആ കുഞ്ഞിന്റെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ ഫൈസി? നീ എന്താടി അങ്ങനെ സംശയിക്കാൻ? സ്കാൻ ചെയ്തപ്പോ കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞതായി ഫൈസി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ സംശയിക്കുന്നതിൽ കാര്യമില്ലേ? ഇനി ഓരോന്ന് സംശയിച്ചിട്ട് കാര്യമില്ല. കാരണം അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. വർമ്മ സാർ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു, ഞാനത് കൃത്യമായിട്ട് ചെയ്തു. നീ ഇത് നിരഞ്ജനയുമായിട്ട് ഷെയർ ചെയ്യാതിരുന്നാൽ മാത്രം മതി. ശ്യാമളെ, ഇടി ശ്യാമളെ, എന്താ? ആ ചെവളയുണ്ടല്ലോ, അവൻ നാട്ടിലുണ്ട്. നിങ്ങൾ അവനെ കണ്ടോ? ആ, കാണാതെയാണ് അവിടെ ഞാനിത് പറയുന്നേ. അവൻ വിശേഷം അറിയാൻ വന്നതല്ല. അർച്ചനയുടെ പ്രസവത്തിന് കാർത്തികനെ അവിടെ വിളിച്ചു വരുത്തിയതാ. അവൻ എന്നോടത് പറഞ്ഞു. ഒരു തുണിക്കടയിൽ കുറെ ഡ്രസ്സ് കൊടുത്തുകൊണ്ട് അവൻ ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. എനിക്കൊരു കാര്യം ഉറപ്പായടി, അർച്ചന താമസിക്കുന്ന വീട്ടിൽ അവനും ഉണ്ട്. അപ്പോ അവന്റെ കയ്യിലാണല്ലോ എന്റെ കുഞ്ഞ്. അയ്യോ, എന്റെ അച്ചുവേച്ചി. അവൻ അടങ്ങിയിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സമയമായപ്പോ അവനങ്ങ് പോന്നു. നിങ്ങളല്ലേ അവക്ക് ഇങ്ങനെ ഒരു വിധി വരുത്തി വെച്ചത്? കണ്ടിട്ട് അച്ഛൻ അയാളുടെ പിന്നാലെ പോകാമായിരുന്നില്ലേ? അവനൊരു മണ്ടനാണെന്നാണോ നീ കരുതുന്നേ? പിന്നാലെ ചെന്നാൽ അവനെന്റെ പള്ളക്ക് കത്തി കയറ്റാനും മടിക്കില്ല. അവന്റെ കൂടെ വേറെ ആളുണ്ടെന്ന് ഉറപ്പാ. അയാൾക്ക് വേണ്ടത് അച്ചുവേച്ചിയാ. പ്രസവം കഴിഞ്ഞാ അയാൾ അച്ചുവേച്ചിയെ കൊണ്ടുപോകും. ഇനി നമുക്കൊന്നും ആലോചിക്കാനില്ല അച്ഛാ. കുഞ്ഞല്ല, അച്ചുവേച്ചിയാ നമുക്ക് വലുത്. അച്ഛൻ ചെന്ന് എസ്പിയോട് വിവരങ്ങളൊക്കെ പറ. അയാളെ കൂടി വരുത്തണമെന്നാണ് നീ പറയുന്നത്? അയാൾക്ക് വേണ്ടത് മകന്റെ കുഞ്ഞിനെയാ. അയാൾ അതിനെ കൊണ്ടുപോട്ടെ എന്ന് വെക്കണം. അയാളുടെ മകന്റെ കുഞ്ഞല്ലേ അത്. അതിനെ കൊല്ലാനൊന്നും അയാൾ തയ്യാറാവില്ല. ഏതെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിക്കും. അച്ചുവേച്ചിയെ നമുക്ക് വേണം. ചെവളയുടെ കയ്യിൽ അച്ചുവേച്ചിയെ കൊടുക്കരുത്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട അച്ചുവേച്ചി പിന്നെ ജീവിച്ചിരിക്കില്ല. അച്ചുവേച്ചിയെ നമുക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കാം. എല്ലാം ഒന്ന് കെട്ടടങ്ങുമ്പോ എസ്പിയോട് കുഞ്ഞിനെ ചോദിക്കുകയും ചെയ്യാം. സുധിസാറിനെ പേടിച്ച് അയാൾക്ക് കുഞ്ഞിനെ തരേണ്ടി വരും. ആലോചിച്ചിട്ട് രേവതി പറയുന്ന ശരി. ഈ പ്രദേശത്ത് തന്നെ അർച്ചനയും ചെവളയുണ്ടെങ്കിൽ പോലീസിന് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിരിക്കും അയാള്. അല്ലെങ്കിൽ എന്നാ അയാൾ അർച്ചനയെ കണ്ടുപിടിച്ചവന്? കാർത്തിയാനിയെ പിടിച്ച അവളെല്ലാം പറയും. അച്ഛൻ അച്ചുവേച്ചിയുടെ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇനി മടിച്ചു നിൽക്കരുത്. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞൊരു കള്ളം വിശ്വസിച്ചിരിക്കുക അയാള്. അത് കള്ളമാണെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ അയാളുടെ മുന്നിൽ ചെല്ലും? അർച്ചനയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാളുടെ വായിലാണ് ഞാൻ തലവെച്ചു കൊടുക്കുന്നത്. ഇനി അയാള് എന്നെ നിങ്ങളെ വെറുതെ വിടില്ല. അതോർക്കുമ്പോ ഉള്ളിലൊരു പടച്ചില്ല. കിട്ടേണ്ടത് കിട്ടിയ കാർത്തിയാനി സത്യം പറയും. അവളെ തേടി പോലീസ് വന്ന ആ നിമിഷം ചെവളെ അറിയും. അവൻ അർച്ചനയും കൊണ്ട് കടന്നു കളയും. അങ്ങനെ വിചാരിച്ചിരുന്നാലൊന്നും അച്ചുവേച്ചിയെ രക്ഷിക്കാൻ കഴിയില്ല. അച്ഛൻ ചെന്ന് എസ്പിയെ കാണും. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതൊരു തീക്കളിയാണെന്ന് എനിക്കറിയാം.
ആ, അവളെ ഡിസ്ചാർജ് ചെയ്യേണ്ട സമയമായോ? നാളെ ഡിസ്ചാർജാണ്. നിരഞ്ജൻ അവിടെ ഒന്ന് കണ്ടിരുന്നു അല്ലേ? ഒരു തവണ വന്നിരുന്നു. ഉം. അതിൽ സംശയിക്കാനൊന്നുമില്ല. ആശ്വസിപ്പിക്കാനാ വന്നത്. അവളോട് നാട്ടിലേക്ക് മടങ്ങിപ്പൊയ്ക്കോളാനും പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ തീരുമാനം? അതേപ്പറ്റി വർമ്മ എന്തെങ്കിലും പറഞ്ഞോ? അവളുടെ നാട്ടിൽ കൊണ്ടെത്തിക്കാനാ സാറ് പറഞ്ഞത്. പക്ഷേ ഉടനെ അതിന് കഴിയില്ല സർ. കുറഞ്ഞത് 1 മാസമെങ്കിലും ഇവിടെ എവിടെയെങ്കിലും താമസിപ്പിച്ചേ പറ്റൂ. നമ്മൾ എന്തിനാ റിസ്ക് ഏറ്റെടുക്കണം? ഡിസ്ചാർജ് ചെയ്ത ഒരു നിമിഷം പോലും അവളെ ഇവിടെ നിർത്താൻ പാടില്ല. ഇപ്പോ യാത്ര ചെയ്യാനുള്ള ആരോഗ്യമൊന്നും അവൾക്കില്ല സർ. അവളിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. ഒരു കാരണവശാലും നിരഞ്ജനെ അവളെ കാണാൻ പാടില്ല. അങ്ങനെ സംഭവിക്കില്ല സർ. ഇനി അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റില്ല. ഒരാഴ്ചയെങ്കിലും കഴിയാതെ അവളെ നാട്ടിലേക്ക് അയക്കാൻ കഴിയില്ല സർ. അതുവരെ എവിടെ നിർത്താനാ ഫൈസിയുടെ തീരുമാനം? എനിക്കതറിയണം. ആ വാടക വീട്ടിലും ഹോസ്പിറ്റലിലും അവളെ പരിചരിക്കാൻ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം കൂടി അവരുടെ കൂടെ നിർത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിരഞ്ജനെ അവിടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മതി അങ്ങോട്ട് അയക്കാൻ. അങ്ങനെയൊന്നും ഇല്ല സർ. നിരഞ്ജനയുടെ ഇപ്പോഴത്തെ മൗനം കണ്ട് എല്ലാം ആറിത്തണുത്തെന്ന് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. ഇപ്പൊ പന്ത് നമ്മുടെ കോർട്ടില്ല. പക്ഷേ ആ പെണ്ണ് അവളുടെ കൈകളിലെത്താൻ പാടില്ല. സർ, ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല സർ. സുധിയിലും ഒരു കണ്ണു വേണം. എല്ലാത്തിൻ്റെയും സൂത്രധാരൻ അവനാ. എന്നാ ഫൈസ് ചെല്ല്. നിരഞ്ജന ഇനിയൊരു പ്രശ്നത്തിനും ഇല്ലെന്ന വിശ്വാസത്തില ഫൈസി. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോ അമ്മാളുവിനെ ഡിസ്ചാർജ് ചെയ്ത് കാണും. ഇനി അവളെ നിരഞ്ജനയ്ക്ക് കാണാൻ പറ്റില്ല. ഡിസ്ചാർജ് ചെയ്തിട്ടൊന്നുമില്ല. നാളെ ചിലപ്പോൾ അതുണ്ടാവും. നിരഞ്ജനോട് ആരാത് പറഞ്ഞത്? പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ ഒരിക്കൽ മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ അമ്മാളും ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. തങ്കമ്മയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. എന്നോടല്ല അവർ പറയുന്നത്, മോളിക്കുട്ടിയോട്. അതാരാ? എൻ്റെ ഒരു ക്ലയൻറ്റാ. ഇങ്ങനെയും ചില ബന്ധങ്ങളുണ്ട്. അവർ ഹോസ്പിറ്റലിൽ വെച്ച് തങ്കമ്മയെ പരിചയപ്പെട്ടിരുന്നു. അവരാ വിവരങ്ങൾ എന്നോട് പറഞ്ഞത്. അമ്മാളുവിനെ വിടാൻ തനിക്ക് ഉദ്ദേശമില്ലെന്ന് മനസ്സിലായി. ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തതല്ലേ, എനിക്കത് പാലിക്കണ്ടേ? അവളെ നാട്ടിലേക്ക് അയക്കാനാ ഫൈസിയുടെ നീക്കം. നാട്ടിൽ ചെന്നാൽ വീണ്ടും ഇടനിലക്കാർ വഴി അവൾ ഈ ജോലിക്ക് തന്നെ തിരിച്ചു വരും. ഫൈസി അവളെ വിട്ടുതരില്ല. ഫൈസിയുടെ അനുവാദം എനിക്ക് വേണ്ടെങ്കിലോ? അപ്പോ ഏറ്റുമുട്ടാൻ തന്നെയാണ് നിരഞ്ജനയുടെ തീരുമാനം അല്ലേ? ഏറ്റുമുട്ടലായി ഞാൻ ഇതിനെ കാണുന്നില്ല. പഴയൊരു ചൊല്ലില്ലേ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന്. എന്തിനായാലും നിരഞ്ജനയ്ക്കൊപ്പം ഞാനുണ്ടാവും. പക്ഷേ അമ്മാളുവിനെ എങ്ങനെ അവിടെ ഇറക്കിക്കൊണ്ടുവരും? ചിലപ്പോൾ ഒരു ബലപ്രയോഗം തന്നെ വേണ്ടിവരും. അവൾ എൻ്റെ കൂടെ വരാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഫൈസി അത് തടയും. നിരഞ്ജനയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു ശ്രമം ഉണ്ടായാൽ അയാൾക്കതിൻ്റെ അപകടവശം മനസ്സിലാവും. ഹോസ്പിറ്റലിൽ ചെന്ന് ബലം പ്രയോഗിച്ച് അവളെ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് സുധി കണ്ടോ? നാളെ ഈ സമയം അമ്മാളുവിനെ തിരിഞ്ഞ് ചിലരൊക്കെ നാട് നീളെ ഓടും. അല്ല, നീ എന്തെന്നെ കാണണമെന്ന് പറഞ്ഞത്? ഒരു ബിയർ അടിക്കാൻ വല്ല വഴിയുണ്ടോ? എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. അല്ല, നിന്റെ അമ്മ എവിടെ ഇല്ലേ? ആരുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങാൻ പോയതാ. ആകെ ഒരു മടിപ്പാടാ. നിന്റെ അച്ഛൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? ഇല്ലടാ, നീ ഇവിടെ ആരോടും ചെന്ന് പറഞ്ഞേക്കരുത്. ഞാൻ പറയില്ലടാ. ഇവിടുന്ന് തറവാട്ടി പോകണമെന്ന് അമ്മ പറയുന്നേ. ഞാൻ വരില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ പോയാൽ പിന്നെ എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാനും പറ്റില്ല. ഞാൻ ഇവിടുന്ന് പോയാൽ പിന്നെ രേവതിയോടുള്ള കണക്ക് തീർക്കാൻ പറ്റാതെ വരും. തറവാട്ടിലേക്ക് എന്തായാലും ഞാൻ പോവില്ല. ഇങ്ങനൊരവസ്ഥയിൽ നീ അവളോട് പകരം വീട്ടാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. പാവം പിടിച്ച അമ്മയാ നിന്റെ പ്രശ്നം കൂടിയായാൽ അവർക്കതൊന്നും താങ്ങാൻ പറ്റാതാകും. എന്നുവെച്ച് അവളെ വെറുതെ വിടണമെന്നാണോ നീ പറയുന്നത്? അതിന് സജി മരിക്കണം. കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് 1 മാസത്തിൽ കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. എല്ലാം വിറ്റ് തുലയ്ക്കാൻ അമ്മയുടെ മനസ്സിലിരിപ്പ്. അച്ഛനെ നാട്ടി വരുത്താനല്ലടാ. എല്ലാം വിറ്റ് തുലച്ചിട്ട് അയാൾ നാട്ടിൽ വന്നിട്ട് എന്താടാ കാര്യം? കൂലിപ്പണിക്ക് പോവും. ഇനി ഇവിടെ ജീവിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ മുംബൈക്ക് പോവും. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. ഞാനറിയാത്ത ഏത് ഫ്രണ്ടാടാ? ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാ. നല്ല കാശുകാരനവൻ. ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. നല്ല കാശ് കിട്ടുന്ന ഒരു പണി തരപ്പെടുത്തി തരാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് വിശ്വസിക്കാമോ?
ഞാൻ അത്ര മണ്ടനാണോ? സുഖിച്ച് ജീവിക്കണമെങ്കിൽ കാശ് വേണോടാ. അത് ഈ നാട്ടിൽ കിടന്നാ ഉണ്ടാവില്ല. അല്ല, നീ ഏതാണ്ട് തീരുമാനിച്ച പോലെയാണല്ലോ. അതിനു മുമ്പ് രേവതിയോടുള്ള കണക്ക് തീർക്കണം. നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത് അതിനാ. അട്ടെ, ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നീ എനിക്കൊരു 15,000 രൂപ. 15,000 രൂപയോ? അത്രയും പണം എൻ്റെ കയ്യിലില്ല. നിന്നെ വിശ്വാസമുള്ള ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചതാ. ഞാൻ പോയിട്ട് 2 മാസത്തിനുള്ളിൽ 25,000 ആയിട്ട് അയച്ചു തരാം. മുംബൈ പോകാൻ 15,000 എന്തിനാടാ? മുംബൈക്ക് പോകാനല്ല, രേവതിക്ക് കൊട്ടേഷൻ കൊടുക്കാനാണ്. അതിന് കൊട്ടാരക്കാരെ ടീം ചോദിക്കുന്നത് 15,000 രൂപയാ. അവളവരെ തെന്മല കൊണ്ട് എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. സജി, ഇതിലൊന്നും ഞാൻ കൂട്ടി നിൽക്കില്ല. നീ കാശ് മാത്രം അറേഞ്ച് ചെയ്തെന്നാ മതി. എനിക്ക് കൂട്ട് വരണ്ട. അവളും ഞാനും മാത്രം മതി. അതല്ലേടാ അതിൻ്റെ ഒരു സുഖം. ഇങ്ങനെയുള്ള ഒന്നിനും നീ എന്നെ കൂട്ടുപിടിക്കണ്ട. എനിക്ക് അത്രയും കാശ് മറിച്ച് തരാനും പറ്റില്ല. ഇതാണോടാ ഫ്രണ്ട്ഷിപ്പ്? എൻ്റെ കയ്യിൽ നിന്ന് നീ എന്തെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്? അതൊക്കെ ഇത്ര വേഗം മറന്നോ? ഞാൻ നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ കണക്ക് പറയണ്ട. ഇടാ നന്ദിയില്ലാത്തവനെ. കുറെ പെമ്പിള്ളേരെ ഭാവി നീ തൊലച്ചില്ലടാ. ഇനിയെങ്കിലും നന്നാവും നോക്കടാ. നിക്കവിടെ. വിശ്വസിക്കാൻ കൊള്ളാവുന്നവനെന്ന് കരുതിയ എന്റെ കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞത്. നീ ഇതൊക്കെ പുറത്ത് പറഞ്ഞ നിനക്കും പണി തന്നിട്ട് സജി ഇവിടുന്ന് പോകും. ഒന്ന് പോടാ. അക്ക ഞാൻ വരില്ല. ഓ പിന്നെ അവർക്ക് നിന്നെ യാത്രയാക്കാനല്ലേ നേരം. അക്ക ഡിസ്ചാർജ് ചെയ്തോ? അതെ മാഡം. എന്നാ ഇവളെ എൻ്റെ കാറിലേക്ക് കയറ്റിക്കോ. മാഡം എന്നതാ ഈ പറയുന്നേ? മാഡത്തിന്റെ കാറിൽ എന്തിനാ അവളെ കയറ്റുന്നത്? ഞാൻ അക്ക കൊടുത്താ പോവാൻ. കേട്ടല്ലോ. ഇവളെ എവിടെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് മാഡം അല്ല. നീ കാറിലോട്ട് കയറിക്ക. നിങ്ങളുടെ ആരാ ഇവള്? പറയൂ. ജെയിംസ് എന്ന് പേരുള്ള നിങ്ങളുടെ ആരാണ് അമ്മാളു എന്ന് പേരുള്ള ഈ പെൺകുട്ടി? ഇവളെ എന്തിനാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതെന്ന് പറയണം മിസ്റ്റർ ജെയിംസ്. എന്നെ ഏൽപ്പിച്ച ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. മാഡം ഇവിടെ വെച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അത് എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. ഇവിടെ വെച്ച് നിങ്ങൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുതെന്ന്. നിങ്ങളതിന് ശ്രമിച്ചാ എല്ലാം ഇവിടെ നിന്ന് വിളിച്ചു പറയും ഞാൻ. നിരഞ്ജന തുടങ്ങി വെക്കുന്നത് ഇവിടെ നിന്നാവും. அக்கா நீங்க என்ன கூட்டிட்டு போங்க. இவங்க கூட நான் போக மாட்டேன். இவங்க எனக்கு யாரும் இல்ல. என்ன இவங்க கொன்னிடுவாங்க. ദയവ് സെഞ്ച് എന്നെ കൂട്ടിട്ട് പോവുക അക്ക. നീ ഒന്നും മിണ്ടായിരിക്കണേ. മാഡത്തിന് കഴിയുന്ന എന്താന്ന് വെച്ചാൽ ചെയ്തു. പക്ഷേ ഇവളെ നിങ്ങൾ കൊണ്ടുപോകില്ല. ജോസേ, മാഡം, ഇവിടെ നമ്മുടെ വണ്ടി കേട്ട്. തന്റെ സാറിനോട് ചെന്ന് പറഞ്ഞേക്ക് നിരഞ്ജന ഇവിടെ കൊണ്ടുപോയെന്ന്. ഹലോ ജെയിംസ്. ആ ശരിയെന്നാ. എന്താ ഫൈസി? പതിയിരുന്ന് അവള് നമ്മളെ ചതിച്ചു. ആര് ചതിച്ചെന്നാ ഫൈസി പറയുന്നത്? വേറെ ആര്? നിരഞ്ജന തന്നെ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പുറത്തു വന്ന അമ്മാളുവിനെ നിരഞ്ജന കൊണ്ടുപോയി. അവള് നിശബ്ദമായി ഇരുന്നത് അതിനായിരുന്നു. എന്നിട്ട് അമ്മാളും അവളുടെ കൂടെ പോയോ? അവൾ ഒരിക്കൽ അമ്മാളുവിനെ കാണാൻ വന്നത് എന്തിനായിരുന്നു എന്ന് മനസ്സിലായില്ലേ? നിരഞ്ജനയ്ക്കൊപ്പം പോകുന്നു എന്ന് പറഞ്ഞ അമ്മാള് പോയത്. അപ്പോ അവളുടെ ലക്ഷ്യം അമ്മാളുവിനെ മീഡിയയുടെ മുമ്പിൽ എത്തിക്കാന്നുള്ളത് തന്നെയാ.
അതിനല്ലാതെ അവളെ ഏറ്റെടുക്കേണ്ട എന്ത് കാര്യം നിരഞ്ജനയ്ക്കുള്ളത്? ഡിസ്ചാർജ്ഡ് ആവുന്ന ദിവസം വരെ മനസ്സിലാക്കി വെച്ചുള്ള നീക്കമായിരുന്നു ഇത്. ഇത് തടഞ്ഞേ തീരൂ. ഫൈസി ഒന്ന് എന്തേലും ചെയ്യ്. രാവിലെ നിരഞ്ജന എങ്ങോട്ടേക്കാ പോയത്? സ്നേഹപ്രഭയെ കാണാൻ പോകുന്ന പറഞ്ഞത്. നിങ്ങളൊരു തീരുമാനം എടുത്തോ? അവളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് പലരുടെയും ഉറക്കം കെടുത്തും. ഹലോ ഫൈസി. സുധിയുടെ അറിവോടെയാണോ നിരഞ്ജന ഇത് ചെയ്തത്? അവൾ എന്ത് ചെയ്തെന്നാ ഫൈസി പറയുന്നത്? രാവിലെ അവള് സ്നേഹപ്രഭയെ കാണാനായിട്ട് പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഗുണ്ടകളുമായി ചെന്ന് അവൾ അമ്മാളുവിനെ കടത്തിക്കൊണ്ടുപോയി. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഫൈസി. ഇവിടേക്ക് ആരെയും കൊണ്ടുവന്നിട്ടില്ല. ഇത് ചീറ്റിംഗ് ആണ്. നിരഞ്ജനയുടെ കാര്യത്തിൽ എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഫൈസിയുടെ കയ്യിൽ പോലീസല്ലേ ഉള്ളത്. അച്ഛനെയും വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ വിചാരിച്ച അവളെ കണ്ടുപിടിക്കാനാണോ പ്രയാസം? എനിക്ക് മനസ്സിലായി. സുധിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാം. ഫൈസിയെ അങ്ങനെ വിശ്വസിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അമ്മാളുവിനെ അവളെ മീഡിയയുടെ മുമ്പിൽ എത്തിക്കാതെ നിങ്ങൾ തടയാൻ നോക്ക്. ഹലോ ഹലോ സുധി. എന്താ സുധി? നിരഞ്ജന എവിടെ പോയെന്ന അമ്മയുടെ ചോദ്യത്തിന് ഇനി ശരി ഉത്തരം തരാം. അവള് ഹോസ്പിറ്റലിൽ നിന്ന് അമ്മാളുവിനെ വിളിച്ചോണ്ട് പോയി. സുധി, നീ അതിന് കൂട്ടു നിൽക്കരുത് മോനെ. നിരഞ്ജന ആ പെണ്ണിനെ കൊണ്ട് നടന്ന് ഒരു തെറ്റും ചെയ്യാത്തവരെ ശിക്ഷിക്കാൻ പോകുന്നത്. ആ കുഞ്ഞിന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല. പങ്കില്ലാത്തവരെന്തിനാ അമ്മ പേടിക്കുന്നത്? അമ്മയ്ക്ക് വേണ്ടപ്പെട്ടവരാരും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലല്ലോ. അച്ഛനൊരു പങ്കുമില്ലെന്ന് അമ്മ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വെറും 17 വയസ്സുള്ള ഒരു പാവം പെൺകുട്ടിയുടെ മാനത്തിന് ഒരു വിലയും കൽപ്പിക്കാത്തവര് രക്ഷപ്പെട്ടു പോകണമെന്നാണോ അമ്മ ആഗ്രഹിക്കുന്നത്? പണത്തിനും കുലമഹിമയ്ക്കും വിലയിടുന്നവർക്ക് പാവപ്പെട്ട മനുഷ്യർ വെറും കൃമികീടങ്ങൾ മാത്രമാണമ്മേ. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. എന്റെ ഭാര്യ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ഇങ്ങനൊരു മരുമകളെ കിട്ടിയ അമ്മയ്ക്കും അഭിമാനിക്കാം. അമ്മാളുവിനെ കാണാൻ അമ്മയെ ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ? TV ഒന്ന് ഓൺ ചെയ്ത് നോക്ക്. ന്യൂസ് ചാനലിൽ ലൈവായിട്ട് അമ്മയ്ക്ക് അമ്മാളുവിനെ കാണാം.